ഹലോ, എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. ഞങ്ങൾ 5 ആളുണ്ട്. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾ കണ്ടിരുന്നു, കാണേണ്ട വീഡിയോ ആണിത്. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങളിതാ തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടീൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും ഒക്കെ യാത്ര പറഞ്ഞ് തിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും ഇവിടെ പാറശാലയിൽ നിന്നാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എന്നിട്ട് നെയ്യാറ്റിൻകര പോയിട്ട് അവിടെ നിന്ന് കയറണം. അപ്പോൾ അവിടെ ബസ് എടുക്കാൻ ടൈമായി. അവരെടുക്കാൻ നിന്നപ്പോഴത്തേക്ക് ഈ കില്ലാടികൾ ബസ് നിർത്തിച്ചു. നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന ബസ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അതിന് കണ്ടക്ടറിൻ്റെ അടുത്തും ഡ്രൈവറിൻ്റെ അടുത്തും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ആൻഡ് ഞങ്ങൾ ഓടി വന്ന് കയറിയതൊക്കെ വീഡിയോ എടുക്കാത്തതിൻ്റെ എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ഓടിയാണ് കയറിയത്. ആൻഡ് നിങ്ങൾ പോകുന്നത് എവിടാന്നറിയൂ? പൊന്മുടിയിലോട്ട്. പൊന്മുടി അറിയാത്ത ആരാ ഉള്ളത്? ശരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ, എങ്ങനെ പോയി, എത്രയായി എന്നൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. ആൻഡ് ഞങ്ങൾ ശരിക്കും താഴെ നിന്ന് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതായിരിക്കും ക്ലൈമറ്റ് എന്ന്. പക്ഷെ അല്ല ഗൈസ്, മുകളിലോട്ട് പോകുമ്പോൾ നോക്കിയേ അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവം മാറുന്നുണ്ടാ. ഓക്കെ, ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് നല്ല വെയിലായിരുന്നു. പക്ഷെ അതിനേക്കാട്ടിലും എനിക്കിത് നല്ല ഇഷ്ടമായി. ഞാൻ വെയിലിൻ്റെ ആളാണ്, എന്നാൽ പോലും എനിക്ക് ഈ ക്ലൈമറ്റ് നന്നായിട്ട് ഇഷ്ടമായി. അതെന്താന്ന് വെച്ചാൽ മഞ്ഞും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു മഴയും അതൊക്കെ നല്ലതായിട്ട് ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റ്. മാക്സിമം പോവുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ പോവാം. അത്രയായിട്ട് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല വൈബുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ടാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾ വിചാരിക്കും ഇത് നമ്മളവിടെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കാണെന്ന്. പക്ഷെ അല്ല ഗൈസ്, അത്രയ്ക്ക് മഞ്ഞുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇതുപോലെ കുറേ സ്പോട്ട് കാണുന്നു, നമ്മൾ ചറവറാന്ന് ഫോട്ടോസ് എടുക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്താ പറയുക, ഫോട്ടോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനല്ല, ശരിക്കും അവിടെ എൻജോയ് ചെയ്യാൻ. എനിക്കിങ്ങനെ വീഡിയോ എടുത്തോണ്ട് നടക്കാനേ തോന്നിയില്ല. എന്താന്ന് വെച്ചാൽ അത് ആ ഒരു അറ്റ്മോസ്ഫിയർ ശരിക്കും എൻജോയ് ചെയ്യാനാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ കുറേ ക്ലിപ്പും നമ്മുടെ ഫൺ മൊമെന്റ്സും ഒന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിന് മാത്രം നമ്മൾ എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ ഈ ക്ലൈമറ്റ് തന്നെ വരിക. നിങ്ങൾ വിചാരിക്കും ഞാൻ ട്രക്കിങ്ങിന് വന്നതാണ്. പക്ഷെ അല്ല ഗൈസ്, അതെൻ്റെ ട്രൈപോഡാണ്. ഞാൻ എല്ലാം കൊണ്ടുവന്നു. പക്ഷെ എല്ലാവരുമായിട്ട് ചുമന്ന് അങ്ങനെയൊക്കെ. അപ്പം ശരിക്കും നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് അങ്ങ് ടോപ്പിൽ കയറി നിന്നപ്പോഴത്തേക്കും നല്ല കാറ്റ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ മഴ കൂടി. അപ്പം ശരിക്കും നമ്മൾ എന്താ പറയുക, വേറെ ഏതോ ലോകത്തെത്തിയ പോലെയാണ് നമുക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടേതായ ഒരു ലോകം തന്നെ ആയിരുന്നു. മുകളിൽ കയറിയപ്പം താഴെ ഇറങ്ങണമെന്നേ നമുക്ക് തോന്നിയില്ല. എല്ലാവരും പരസ്പരം പറയുന്നുണ്ടായിരുന്നു, ഷോ നമുക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ. അത്രയും നല്ല രസമുണ്ടായിരുന്നു. കാറ്റും മഞ്ഞും മഴയും. എനിക്ക് അത് തന്നെ എപ്പോഴും പറയാൻ തോന്നുന്നു. എന്താ പറയുക, നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിൽ പോകണം. ശരിക്കും ഒരു സമാധാനം, ഒരു സന്തോഷമൊക്കെ കിട്ടും. ഞാൻ ഇറങ്ങി വരുന്നതൊക്കെ വീഡിയോ എടുക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞെടുപ്പിച്ചതാണ്. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടില്ലേ? ഓക്കെ, എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് കുറച്ച് ഡാൻസ് ഒക്കെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാനേ തോന്നിയില്ല. നമ്മളങ്ങനെ തിരിക്കുകയാണ് ഗൈസ്. തിരിച്ചപ്പോൾ കുറച്ചും കൂടെ മഴ കൂടി. അതും നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ആ സംഭവം ഇട്ട്, വിൻഡോൻ്റെ അതിലുള്ള ഷട്ടർ പോലത്തെ സാധനം ഇട്ട്. നമ്മൾ ഇട്ടില്ല, കാരണം എൻജോയ് ചെയ്യാം, ഇത് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ് താഴ്ത്തിയേ ഇല്ല. അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു. കണ്ട, അയ്യോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെയിലിൻ്റെ ആളാണെന്ന്. വെയിൽ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി കുറച്ചും കൂടെ. ആൻഡ് ഈസ്റ്റോട്ടെത്തി. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് ബസ്സിൽ പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.